കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം രാജാക്കാട്ടിൽ നടന്നു. പ്രകടനത്തിന് ശേഷം നടന്ന പൊതുസമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും കുടുംബസംഗമം എം.എം. മണി എം.എൽ.എയും ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് എം.എസ്. അജി സമ്മേളന നഗറിൽ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. രാജാക്കാട് ദിവ്യജ്യോതി അങ്കണത്തിൽ നിന്നും വിവിധ വാദ്യമേളങ്ങളുടെയും പ്ലോട്ടുകളുടെയും അകമ്പടിയോടെ ആരംഭിച്ച പ്രകടനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം എം പി ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. പ്രകടനം ടൗൺ ചുറ്റി സമ്മേളന നഗരിയായ രാജാക്കാട് ദിവ്യജ്യോതി പാരിഷ് ഹാളിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. അഞ്ച് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഉള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. കേരളത്തിലുള്ള പൈസ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണെന്ന് പറയുമ്പോൾ നമ്മുടെ നില എത്രത്തോളം ഉയർന്നിരിക്കുന്നു. നമ്മുടെ സാഹചര്യങ്ങൾ ടൂറിസം പ്രൊമോഷൻ എറണാകുളം ഡിസ്ട്രിക്റ്റ് ഒന്നാമതായിട്ട് കണക്കുണ്ടാകും. ഇടുക്കി വയനാട് പോലുള്ള ജില്ലകൾ ഒട്ട് പറയുന്നുണ്ട്. ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകൾ എറണാകുളം മാറുന്നുണ്ട്. കോവിഡ് വന്ന സമയത്ത് നമുക്കുണ്ടായ ദോഷം അതൊക്കെ എത്ര പെട്ടെന്ന് കവർ ചെയ്യപ്പെട്ടത്. കുടുംബസംഗമം എം.എം. മണി എം.എൽ.എയും ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണെന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അതുകൊണ്ട് ഫലത്തിൽ രാജ്യത്ത് ഒരുപാട് സംഘടനകളുണ്ടെങ്കിൽ ജില്ലാ പ്രസിഡന്റ് എം.എസ്. അജി അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ കെ.എം. ജോർലി സ്വാഗതവും ജില്ലാ ജനറൽ സെക്രട്ടറി പി.കെ. മോഹനൻ നന്ദിയും രേഖപ്പെടുത്തി. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. KHRA സംസ്ഥാന സെക്രട്ടറി ജെ. ജയപാൽ സംഘടനാ റിപ്പോർട്ടിംഗ് നടത്തി. വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് മായ സുനിൽ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി P.J. ജോസഫ, സംസ്ഥാന കമ്മിറ്റി അംഗം കെ. സുനിൽ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അസീസ് മൂസ വരണാധികാരിയായി. ജില്ലാ ഭാരവാഹി തെരഞ്ഞെടുപ്പും പ്രഖ്യാപനവും നടന്നു. തുടർന്ന് വനിതാ വിംഗിന്റെ നേതൃത്വത്തിൽ കൈകൊട്ടിക്കളിയും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്.